അത്ഭുതം കാണണമെങ്കിൽ, അത്ഭുതം രുചിച്ചറിയണമെങ്കിൽ എന്തു മാറണം? കല്ല് മാറിയേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? കല്ലുണ്ട്. എന്തെങ്കിലുമൊക്കെ കല്ലൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലുണ്ടാവും. കല്ലെന്ന് പറഞ്ഞ ഒരു ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ലാണെങ്കിലും കല്ല് കല്ല് തന്നെയാണ്. എൻ്റെ അമ്മയുടെ വീട്ടിൽ അമ്മയുടെ അപ്പൻ മരിച്ചുപോയി. ചോറ് തിന്നാൻ നേരത്ത് അത് കല്ല് കണ്ടാൽ ഈ ചോറും പാത്രം ഫ്ലൈയിങ് ഡിസ്ക് പറക്കണ പോലെ പറക്കും. കാരണം കല്ല് കടിക്കുന്നത് നമുക്ക് അത്ര സുഖമുള്ളൊരു കാര്യമല്ല. അപ്പോൾ ഈ കല്ല് എന്ന് പറയുന്നത് അത് വളരെ പ്രശ്നം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ കല്ലുണ്ട്. ഇത് വ്യത്യസ്തമായ രീതിയിലുള്ള കല്ലുകളാണ്. ചിലർക്ക് ചെറിയ കല്ലുകളായിരിക്കും, ചിലർക്ക് വലിയ കല്ലുകളായിരിക്കും. ചെറിയ പാപങ്ങളുമുണ്ട്, വലിയ പാപങ്ങളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രതീക്ഷിക്കണമെങ്കിൽ, ലാസർ പുറത്തു വരണമെങ്കിൽ, ആ ഗുഹക്കുള്ളിൽ നിന്നും ലാസർ പുറത്തു വന്ന് അവൻ ജീവനോട് പോകണമെങ്കിൽ ആ ഗുഹയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന കല്ല് നമ്മൾ റിമൂവ് ചെയ്യുവാൻ തയ്യാറാവണം. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ കല്ലുകൾ കല്ലാണെന്ന് അവർക്കറിയാം, കല്ല് മാറ്റേണ്ടതാണെന്നും അവർക്കറിയാം. പക്ഷേ എന്തു പറഞ്ഞാലും ഒരു കല്ല് മാറ്റില്ല. പക്ഷെ അവർക്ക് എന്തു വേണം? അത്ഭുതം വേണം, വിടുതൽ വേണം, രോഗശാന്തി വേണം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം വേണം, ദൈവം പ്രവർത്തിക്കുന്നവർക്ക് അറിയണം. പക്ഷേ ദൈവം പ്രവർത്തിക്കും, അത്ഭുതം ചെയ്യും, ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. നമ്മുടെ വിഷയങ്ങൾ എത്ര അസാധ്യമായാലും ആ അസാധ്യമായ വിഷയത്തിലേക്ക് നമ്മുടെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് നമ്മളെ മാനിക്കും, നമ്മളെ അനുഗ്രഹിക്കും, നമ്മളെ ഉയർത്തും. പക്ഷേ കല്ല് മാറ്റണം. ചില ആളുകൾ കല്ല് മാറ്റില്ല, എത്ര പറഞ്ഞാലും ഒരു മാറ്റില്ല. നമ്മൾ ഇന്ന് വായിച്ച 66-ാം സങ്കീർത്തനത്തിൽ ഒരു വാക്യം, ഇങ്ങനെ ഒരു വാക്യമുണ്ട്: എൻ്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. ഈ അകൃത്യം എന്ന് പറയുന്നത്, പാപം എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് എന്തെന്ന്? കല്ല്. നമ്മുടെ ജീവിതത്തിലെ കല്ല് എന്താണെന്ന് നമുക്കും അറിയാം, ദൈവത്തിന് നന്നായിട്ട് അറിയാം. ദൈവത്തിന് എല്ലാം തുറന്ന പുസ്തകം പോലെയാണ്. എന്നെ ശരിക്കും ദൈവത്തിന് അറിയാം, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് അറിയാം. നമ്മുടെ ജീവിതത്തിലെ ആ കല്ലുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. ഒരു പ്രവാചകനും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് നന്നായിട്ടറിയാം. നമ്മളത് മാറ്റണം. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കില്ലായിരുന്നു. അപ്പൊ പ്രാർത്ഥന കേൾക്കണമോ? കല്ല് മാറണം, അകൃത്യം മാറണം, പാപം മാറണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ചിന്തകൾ മാറണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ മാറണം, മനോഭാവം മാറണം. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരു നല്ല ജീവിതമായിരിക്കണം. കാരണം ഇതെല്ലാം ദൈവം ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നു, മനസ്സലിവുള്ള ദൈവം, കരുണയുള്ള ദൈവം, ഒരു മേഴ്സിഫുൾ ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവം നമ്മളെ മാനിക്കാനും അനുഗ്രഹിക്കാനും മതിയായവനാണ്. പക്ഷേ കർത്താവ് നമ്മൾ പറയുന്നു, റിമൂവ് ദ സ്റ്റോൺ.
നമ്മുടെ ജീവിതത്തിലെ കല്ലുകൾ നമ്മൾ സ്വയം കണ്ടെത്തി അതിനെ മാറ്റിക്കളയണം. നമ്മുടെ ജീവിതത്തിലുള്ള കല്ലുകൾ നമ്മളത് കണ്ടെത്തി അതിനെ മാറ്റി അതിനെ റിമൂവ് ചെയ്ത് നമ്മൾ പുതിയത് അവിടെ ഘടിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ കാണാൻ കഴിയും, ദൈവപ്രവൃത്തികൾ അനുഭവിക്കാൻ കഴിയും. യേശു നല്ലവനെന്ന് നമുക്ക് രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഒന്നാമതായി ചെയ്യേണ്ടത് കല്ലുകൾ ഉരുട്ടി മാറ്റുക. രണ്ടാമത്തെ കാര്യം, അത്ഭുതം കാണണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിശ്വസിക്കാൻ തയ്യാറാവണം. നമുക്കുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓമന പേരെന്താണ്? വിശ്വാസികൾ. നമുക്ക് ഇല്ലാത്തത് എന്താ? വിശ്വാസമാണ് ഇല്ലാത്തത്, ഇല്ലേ? യേശുവിൻ്റെ കൂടെ നടന്ന, യേശുവിൻ്റെ കൂടെ അത്ഭുതങ്ങളൊക്കെ കണ്ട, അനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് എന്ന് പറഞ്ഞ അല്പവിശ്വാസികളെ, കൂടെ നടന്നവർക്ക്, യേശുവിനെ പൂർണ്ണമായി വിശ്വസിച്ചവർക്ക് വിശ്വാസമില്ലായിരുന്നു. എന്നാൽ കനാന്യ സ്ത്രീ, കവർന്നൂന്നിലെ ശതാധിപൻ, ഇസ്രായേൽക്കാരല്ലാത്ത, ന്യായപ്രമാണവുമായി ഈ ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാതിരുന്ന ആളുകൾക്ക് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ അവരെ മുഖത്തു നോക്കി കർത്താവ് എന്താ പറഞ്ഞത്? ഇത്ര വലിയ വിശ്വാസം ഞാൻ ഇസ്രായേലിൽ പോലും കണ്ടിട്ടില്ലെന്ന. അവർ അത്ഭുതങ്ങൾ പ്രാപിച്ച് വീട്ടിൽ പോയപ്പോൾ യേശുവിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഒരു ഭൂതബാധിതനായ ഒരു ബാലകനെ കൊണ്ടുവന്നു. ആ ബാലകന്റെ ഭൂതത്തെ പുറത്താക്കാൻ പോലും കഴിഞ്ഞില്ല യേശുവിന്റെ ശിഷ്യന്മാർക്ക്. അപ്പൊ നമുക്ക് എന്താ ഇല്ലാത്തത്? വിശ്വാസമില്ല. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ദൈവത്തിന്റെ മഹത്വം കാണണമോ? ദൈവത്തിന്റെ മഹത്വം രുചിച്ചറിയണമോ? നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കണം, കണ്ണും പൂട്ടി വിശ്വസിക്കണം. പണ്ട് ഈ സഭയിൽ ഒരു വിശ്വാസിയായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് അന്ന് സാക്ഷ്യം പറയുമ്പോൾ രോഗശാന്തി പ്രാപിച്ച, വിടുതൽ പ്രാപിച്ച അത്ഭുത സാക്ഷ്യങ്ങൾ വിശ്വാസികൾ എഴുന്നേറ്റ് പറയുമായിരുന്നു. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ചില സ്ഥലത്ത് സാക്ഷ്യം പോലും ഇല്ലാതായി. പാസ്റ്റർ പറയുന്നത് സാക്ഷ്യം പറ മതി. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയത്, പണ്ട് വിശ്വാസത്തിൽ വന്നവരുടെ കയ്യിൽ എന്തില്ലായിരുന്നു? കാശില്ലായിരുന്നു. ജോർജ് കുട്ടിയില്ലായിരുന്നു, കാശില്ലായിരുന്നു. കാരണം വളരെ ദാരിദ്ര്യമായ അവസ്ഥയിൽ ചിലപ്പോൾ കുടുംബക്കാരും നാട്ടുകാരെല്ലാം ഇറക്കി ഓടിച്ച് പെന്തിക്കോസിൽ വന്ന് ആകപ്പാട്, പെന്തിക്കോസിൽ പാസ്റ്ററും ദരിദ്രൻ, കൂടെയുള്ളൊരു ദരിദ്രൻ, ചിലപ്പോൾ ഓലക്കെട്ടിടത്തിലൊക്കെ ആരാധന, ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരു സന്ദർഭം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ രോഗം വന്നാൽ ആശുപത്രി പോകാൻ പൈസയില്ല, ഡോക്ടറെ കാണാൻ പൈസയില്ല, മരുന്ന് വാങ്ങാൻ പൈസയില്ല. അപ്പോൾ എന്ത് ചെയ്യും? പാസ്റ്ററും വിശ്വാസികൾ ഇരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കും, കർത്താവേ പ്രവർത്തിക്കണമേ, എനിക്ക് വേണ്ടി ഇറങ്ങി വരണമേ. അങ്ങനെ അവർ കണ്ണുനീരോടെ, ഹൃദയ തകർച്ചയോടെ, വിശ്വാസത്തോടെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വന്നു. അതാണ് സത്യം. ദൈവം ഇറങ്ങി വന്നു. അങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ അവർ പ്രാപിച്ചു. അവരത് സാക്ഷ്യം പറയാൻ തുടങ്ങി. അത് കേട്ട് പലരും സഭയിൽ വരാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് ഇവരുടെ വിശ്വസ്തമായ ജീവിതം കണ്ടപ്പോൾ കർത്താവ് അവരെ ഭൗതികമായും അനുഗ്രഹിക്കാൻ തുടങ്ങി. മക്കളെ അനുഗ്രഹിച്ചു, അവരനുഗ്രഹിച്ചു, ബിസിനസ്സിന് അനുഗ്രഹിച്ചു, കയ്യിൽ പൈസയായി. ലോകം മുഴുവനുള്ളൊരു കാര്യമാണ്. അപ്പോൾ പൈസയൊക്കെ കയ്യിൽ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവരുടെ വിധം മാറി.
രോഗം വരുമ്പോൾ പാസ്റ്റർ പ്രാർത്ഥിച്ചു. ഞാൻ ആശുപത്രിയിൽ പോയ ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിൽ പോവുകയാണ്. കാരണം കയ്യിൽ എന്തുണ്ട്? ഇഷ്ടം പോലെ പൈസ ഉണ്ട്. 9 മണി നേരത്ത് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പത്രോസ് യോഹന്നാനും പോകുന്ന സമയത്ത് ഒരു മുടന്തനാണ്, 40-ലധികം വയസ്സ് പ്രായമായൊരു മുടന്തനായൊരു മനുഷ്യൻ, അയാൾ വല്ലതും കിട്ടാൻ വേണ്ടി യാചിച്ചു. പത്രോസിന്റെ യോഹന്നാന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. അവര് തുറന്നു പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ വേറൊന്നുണ്ട്. യേശു ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നീ ഇനി മുടന്തനായി ജീവിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ നടന്നും തുള്ളിയും ആരാധിച്ചുകൊണ്ട് സൗഖ്യത്തോടെ ആലയത്തിലേക്ക് പോയി. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ വെള്ളിയും പൊന്നും ഇഷ്ടം പോലെ ഉണ്ട്, അതായത് കാശുണ്ട്. ഞാൻ വിമർശിക്കുകയല്ല, കുറ്റം പറയല്ല, സ്നേഹത്തോട് പറയാണ്. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കയ്യിൽ കാശുള്ളത് കൊണ്ട് ഒരു മുടന്തൻ വന്നു കഴിഞ്ഞാൽ അവന് പറയും, സഭയിൽ ഒരു മുടന്തൻ വന്നെന്ന് വിചാരിക്കൂ, ആ മുടന്തന് പറയും, വളരെ കഷ്ടപ്പെട്ടാണ് നീ നിരങ്ങി വന്നിരിക്കുന്നത്. വേണ്ട, നിനക്ക് ഞാനൊരു ഇലക്ട്രോണിക്സിൻ്റെ ഒരു നല്ലൊരു ചെയർ അംഗമായി തരാം. നീ ജീവിതകാലം മുഴുവനും മരണനിമിഷം വരെ ആ ചെയറിൽ ഇരുന്ന് ജീവിച്ചു. കണ്ടോ, ഇതാണ് വ്യത്യാസം. വലിയ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നന്മകളെല്ലാം ഉള്ളത് നല്ല കാര്യം, അതിന് നമ്മൾ നന്ദി പറയണം. അതൊന്നും കളയേണ്ട ആവശ്യമില്ല, അതിനൊന്നും വിമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതെല്ലാം ഉള്ളപ്പോൾ തന്നെ നമ്മൾ ആ പഴയ വിശ്വാസത്തിലേക്ക് നമ്മൾ പോകണം. എനിക്കിന്നും അത്ഭുതങ്ങൾ കാണണം, രുചിച്ചറിയണം, എനിക്ക് കർത്താവിനെ മനസ്സിലാക്കണം, യേശു ഇന്നും ജീവിക്കുന്നുവെന്ന് എനിക്ക് അനുഭവിച്ചറിയണം എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മൾ മടങ്ങിച്ചെല്ലണം. അതാണ് ഇവിടെ യേശു പറഞ്ഞത്. ഇഫ് യു ബിലീവ്, നീ വിശ്വസിക്കുകയാണെങ്കിൽ, യു വിൽ സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. നീ കർത്താവിന്റെ മഹത്വം നിന്റെ കണ്ണുകൊണ്ട്, നിന്റെ സ്വന്തം കണ്ണുകൊണ്ട് നിനക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്ഭുതം പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ആദ്യം കല്ലുകൾ മാറ്റണം, 2 അന്ധമായി വിശ്വസിക്കണം. നമ്മൾ ഈ അന്ധവിശ്വാസികളെ കുറ്റം പറയും, അവൻ അന്ധവിശ്വാസിയാണ്. പക്ഷെ എനിക്ക് പറയാനുള്ളത് അങ്ങനെയല്ല. നമ്മൾ വിശ്വാസികൾ കണ്ണും പൂട്ടി വിശ്വസിക്കണം. അപ്പോഴാണ് അത്ഭുതം കാണാൻ പറ്റുള്ളൂ. ഞാനൊരു ഉദാഹരണം പറയാം. യേശു കടലിന്റെ മീതെ നടന്നു വരുന്നത് ശിഷ്യന്മാർ 12 പേരും കണ്ടു, 12 ആൾക്കാർ കണ്ടു. പത്രോസ് പറഞ്ഞു, കർത്താവേ നീ ആകുന്നുവെങ്കിൽ എന്ന് പറഞ്ഞപ്പോൾ വരാൻ പറഞ്ഞു. ബാക്കി 11 പേരും ചാടിയില്ല, പത്രോസ് ചാടി. അവൻ ഭയങ്കര അന്ധവിശ്വാസിയായിരുന്നു, കണ്ണും പൂട്ടി വിശ്വസിക്കുന്നവനായിരുന്നു. അവൻ വെള്ളമാണെന്നും നോക്കിയില്ല, കടലാണെന്നും നോക്കിയില്ല. അവൻ നടന്നു, കുറച്ചു ദൂരം നടന്നാള്. അപ്പൊ യേശു നടന്നു, പത്രോസ് നടന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന്റെ വിശ്വാസം പോയി. അയ്യോ, ഞാൻ മനുഷ്യനല്ലേ, ഈ ഭാരമുള്ളൊരു മനുഷ്യന് വെള്ളത്തിൽ മീത് നടക്കാൻ പറ്റും? ഇന്നേ വരെ ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഇന്നേ വരെ നടക്കുന്നു കണ്ടിട്ടില്ല, താണുപോയ ചരിത്രമുള്ളൂ. അയ്യോ, ഞാൻ നടക്കുന്നോ? അവൻ അവിശ്വാസമായി, അവൻ വെള്ളത്തിലേക്ക് മുങ്ങാൻ തുടങ്ങി. ഇതാണ് നമ്മുടെ പലരുടെയും അവസ്ഥ. ഇതിന് മാറ്റം വരണം. അത്ഭുതം കാണണമെങ്കിൽ, മരിച്ച ലാസർ പുറത്തു വരണമെങ്കിൽ നമുക്ക് എന്തു വേണം? വിശ്വാസം വേണം. 2 കാര്യങ്ങൾ കൂടിയുണ്ട്. 3-ാമത്തെ കാര്യം, യേശു ഈ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് സ്വർഗത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല. പിതാവേ, ഞാനിവിടെ വന്നിരിക്കുകയാണ്, എല്ലാവരും ഇവിടെ ചുറ്റും കൂടിയിട്ടുണ്ട്, ഒരു അത്ഭുതം ഇവിടെ നടന്നേ പറ്റൂ, അതുകൊണ്ട് നീ ഇറങ്ങി വരണം, നിന്റെ ശക്തി അയക്കണം എന്നൊന്നും യേശു പ്രാർത്ഥിച്ചില്ല. യേശു എന്താ പറയുന്നത്? പിതാവേ,
നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നമ്മൾ മനസ്സിലാക്കണം, ഈ കർത്താവായ യേശു ക്രിസ്തു ഈ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ എത്തുന്നതിന് മുൻപ് ആ കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും യേശു ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അതാണ് സത്യം. 3 ദിവസമെങ്കിലും യേശു തൻ്റെ പ്രാർത്ഥനാ സമയങ്ങളിൽ ഈ വിഷയത്തിനു വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഉറപ്പ് പ്രാപിച്ചിട്ടാണ് ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ യേശു വരുന്നത്. അവിടെ വന്ന ശേഷം യേശു പ്രാർത്ഥിക്കാനൊന്നും നിന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു. പിതാവേ, അങ്ങ് എൻ്റെ അപേക്ഷ എപ്പോഴും കേൾക്കുന്നു എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കണമെങ്കിൽ, സംഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കുവാൻ തയ്യാറാകണം, ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകണം, ദൈവത്തെ സമ്പൂർണമായി വിട്ടുകൊടുത്ത് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം. പൗലോസും ശീലാസും അവർ കാരാഗ്രഹത്തിൽ കിടക്കുകയാണ്. ചുറ്റുപാട് ഇഷ്ടം പോലെ ക്രിമിനൽസ് ഉണ്ട്. പക്ഷെ അർദ്ധരാത്രി ആയപ്പോൾ ഈ 2 ദൈവദാസന്മാർക്ക് മൗനമായിരിക്കാൻ കഴിഞ്ഞില്ല. അവർ പതുക്കെ പാടാൻ തുടങ്ങി, അവർ പതുക്കെ സ്തുതിക്കാൻ തുടങ്ങി, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങി. അത് ആത്മാർത്ഥമായ സ്തുതി, ആത്മാർത്ഥമായ ദൈവത്തിൻ്റെ ആരാധന അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു. തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു, കാരാഗ്രഹ പ്രമാണി ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അവരങ്ങനെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ സ്തുതിയുടെ ശക്തി, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ അങ്ങ് പരിശുദ്ധനായിരിക്കുന്നുവല്ലോ എന്ന് വചനം പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കാൻ തുടങ്ങി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, വാതിലുകളെല്ലാം തുറന്നുപോയി, എല്ലാ ചങ്ങലകളും അഴിഞ്ഞു വീണു. എന്തെല്ലാം അത്ഭുതങ്ങളാണ് അവിടെ സംഭവിച്ചത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? സ്തുതിച്ചുകൊണ്ടിരിക്കണം. ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ അനുഭവിച്ചറിയണം, നമുക്കത് കാണണം. അതിനെന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിക്കണം. അപ്പുറം ഇപ്പുറം നിൽക്കുന്നവരെന്തും നമ്മൾ ശ്രദ്ധിക്കണ്ട, ദാവീദിനെ മാത്രം നമ്മൾ നോക്കിയാൽ മതി. യഹോവയുടെ പെട്ടകം വരുന്നത് കണ്ടപ്പോൾ താൻ രാജാവാണെന്നൊന്നും അദ്ദേഹം ഓർത്തില്ല. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ പാടി സ്തുതിച്ച് ആരാധിച്ചു. ദൈവത്തിൻ്റെ അത്ഭുതം അദ്ദേഹം പ്രാപിച്ചു. ദൈവത്തിൻ്റെ വിടുതൽ, ദൈവത്തിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ നാം ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. 4ാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മരിച്ചവൻ പുറത്തു വന്നു. മരിച്ച നാറ്റം പിടിച്ച് കല്ലറയ്ക്കുള്ളിൽ കിടന്ന ലാസർ പുറത്തു വന്നു. ആദ്യത്തെ 3 കൂട്ടം കാര്യങ്ങൾ കഴിഞ്ഞു. 4ാമത്തെ കാര്യം, യേശു ആ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് അകത്ത് കിടക്കുന്ന ആ ലാസറിനോട് കൽപ്പിക്കുകയാണ്, ലാസറേ പുറത്തു വരിക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്ത് ചെയ്യണം? ചില പ്രത്യേക കാര്യത്തുള്ള ബന്ധത്തിൽ നമ്മൾ കൽപ്പിക്കുന്നവരായിരിക്കണം. നമ്മൾ രോഗത്തിൻ്റെ ഒരു കെടുതിയിലൂടെ കടന്നു പോകുമ്പോൾ, മറ്റെന്തെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ നമ്മൾ കടന്നു പോകുന്ന ഒരവസരം ഉണ്ടായാൽ നമ്മളിവിടെ യാചിച്ച് നിൽക്കരുത്. കർത്താവേ, എന്നൊന്ന് വിടുവിക്കണമേ, ഞാൻ യാചിക്കുന്നു, ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കും. യാചിക്കാനും അപേക്ഷിക്കാനും നമുക്ക് വേറൊരു സമയമുണ്ട്. ആ സമയത്ത് അത് ചെയ്യുക. എന്നാൽ ഈ ഒരു പ്രത്യേക സന്ദർഭത്തിൽ നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ പോലെ കൽപ്പിക്കുക. അതല്ലേ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചമുണ്ടായി, പറവകൾ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ പറവകൾ ഉണ്ടായി. നമ്മൾ കൽപ്പിക്കണം. നമ്മുടെ നാവിന് ദൈവ അധികാരം തന്നിട്ടുണ്ട്. അങ്ങനെയല്ലേ സദൃശവാക്യം പറയുന്നത്? മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം അനുഭവിക്കും. നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ മരിക്കും,
നമ്മൾ ജീവനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ ജീവിക്കും. നമ്മുടെ നാവിന് എന്തുണ്ട്? അധികാരമുണ്ട്. നമ്മൾ മരണത്തെക്കുറിച്ച് പറഞ്ഞാൽ മരണം വരും. രോഗത്തെക്കുറിച്ച് പറഞ്ഞാൽ രോഗം വരും. ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞാൽ ദാരിദ്ര്യം വരും. പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ പ്രശ്നം വരും. എന്നല്ല, അതെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മൾ ജീവനെ കുറിച്ച് പറയുക, സൗഖ്യത്തെക്കുറിച്ച് പറയുക, ആരോഗ്യത്തെക്കുറിച്ച് പറയുക. അങ്ങനെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. യേശു അതാ ചെയ്തത്. ലാസറെ പുറത്തു വരാൻ കൽപ്പിച്ചു. ലാസർ മരിച്ചവൻ, അങ്ങനെ പറഞ്ഞത്, മരിച്ചവൻ പുറത്തു വന്നു. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെങ്കിൽ ഈ 4 കൂട്ടം കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യണം. 1, കല്ലുരുട്ടി മാറ്റണം. 2, വിശ്വസിക്കാൻ തയ്യാറാകണം. 3, ദൈവത്തെ മടികൂടാതെ സ്തുതിക്കുവാൻ തയ്യാറാകണം. 4, നമ്മുടെ അത്ഭുതം സംഭവിക്കേണ്ട സന്ദർഭത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ നമ്മൾ കൽപ്പിക്കണം. അപ്പോൾ മരിച്ചവൻ പുറത്തു വരും. നമ്മുടെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും, അനുഭവിക്കാൻ പറ്റും, രുചിച്ചറിയാൻ പറ്റും. ഇന്ന് പകൽക്കാലം എന്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.